ഗുഡ് മോർണിംഗ്. അപ്പോൾ കോൺട്രാക്റ്റ് അക്കൗണ്ടിൽ കോൺട്രാക്ട് കോസ്റ്റിങ്ങിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഒരു കോൺട്രാക്റ്റ് ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കോൺട്രാക്റ്റ് എന്നുള്ള കോസ്റ്റ് എത്രയാണ്, കോൺട്രാക്റ്റിന് വന്നിരിക്കുന്ന പ്രോഫിറ്റ് എത്രയാണ് എന്നുള്ളതാണ്. അപ്പോൾ കോൺട്രാക്റ്റ് അക്കൗണ്ടിൽ ഒരു കോൺട്രാക്ടർ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഹി പ്രിപ്പയർ ടു അക്കൗണ്ട്സ്, നെയിംലി കോൺട്രാക്റ്റ് അക്കൗണ്ട് ആൻഡ് കോൺട്രാക്ടീസ് അക്കൗണ്ട്. കോൺട്രാക്റ്റ് അക്കൗണ്ട് എന്തിനാ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതൊരു നോമിനൽ അക്കൗണ്ട് ആണ്. അതായത് ആ കോൺട്രാക്റ്റിന് എത്ര പ്രോഫിറ്റ് ഉണ്ടായി അല്ലെങ്കിൽ ലോസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോൺട്രാക്റ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. സോ ഇൻ കോൺട്രാക്റ്റ് അക്കൗണ്ട് ഓൾ എക്സ്പെൻസസ് ആർ ഡെബിറ്റഡ് ആൻഡ് ഓൾ ഇൻകംസ് ആർ ക്രെഡിറ്റഡ്. ഇൻകംസ് എന്ന് പറയാനൊന്നും ഉണ്ടാവില്ല അതിൽ. ഇങ്ങനെ ഞാൻ ആ സമയത്ത് പറഞ്ഞുതരാം എന്തൊക്കെയാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ, പിന്നെ ചെയ്യുന്നത് കോൺട്രാക്ടർ എന്താ ചെയ്യുക, ഹി പ്രിപ്പയർ കോൺട്രാക്ടീസ് അക്കൗണ്ട്. കോൺട്രാക്ടീസ് അക്കൗണ്ട് കോൺട്രാക്ടർ കോൺട്രാക്ടീസ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യും. കോൺട്രാക്റ്റി എന്ത് ചെയ്യും, ഹി പ്രിപ്പയർ കോൺട്രാക്ടേഴ്സ് അക്കൗണ്ട്. അത് രണ്ടും പേഴ്സണൽ അക്കൗണ്ട്സ് ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഓരോ കോൺട്രാക്റ്റിനും ഓരോ കോൺട്രാക്റ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. അത് ശരിക്കും ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പോലെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ കോൺട്രാക്ടർ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഹി പ്രിപ്പയർ സോ മെനി കോൺട്രാക്ട്സ് അറ്റ് എ ടൈം, അല്ലേ? സോ ഫോർ ഈച്ച് കോൺട്രാക്ട് എ സെപ്പറേറ്റ് കോൺട്രാക്ട് അക്കൗണ്ട് ഇസ് പ്രിപ്പയർഡ്. ഇപ്പം ഒരു കോൺട്രാക്ടർ 3-4 പണി ഒരുമിച്ച് ഏറ്റെടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓരോ കോൺട്രാക്റ്റിന് ഇപ്പോൾ ഒരു വീട് പണി ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ആ വീട് പണീൻ്റെ അതിനൊരു നമ്പർ ഇട്ടും കൊണ്ട് ഒരു കോൺട്രാക്റ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. ഇനിയിപ്പോൾ ഒരു ഡാം കൺസ്ട്രക്ഷൻ ആണെങ്കിൽ അതിന് സെപ്പറേറ്റ് ആയിരിക്കും. അങ്ങനെ ഓരോ കോൺട്രാക്റ്റിനും സെപ്പറേറ്റ് അക്കൗണ്ട് ഇസ് പ്രിപ്പയർഡ്. ഇനി എല്ലാം എന്തൊക്കെയാണ് ഡെബിറ്റ് ചെയ്യുന്ന ഐറ്റംസ് എന്നാണ് പറയുന്നത്. ഡെബിറ്റ് ചെയ്യേണ്ട ഐറ്റംസ് എന്തൊക്കെയാണ്? ഓൾ മെറ്റീരിയൽ സപ്ലൈഡ് ഫ്രം സ്റ്റോഴ്സിന് എത്ര സപ്ലൈ ചെയ്തു അല്ലെങ്കിൽ നേരിട്ട് എത്ര പർച്ചേസ് ചെയ്തു, ഇതെല്ലാമാണ് ടു മെറ്റീരിയൽസ് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതേണ്ടത്. മനസ്സിലായല്ലോ? ഇനി ഇൻ കേസ് ദീസ് മെറ്റീരിയൽസ് ആർ റിട്ടേൺഡ്, അല്ലെങ്കിൽ സർപ്ലസ് മെറ്റീരിയൽസ് വന്നപ്പോൾ റിട്ടേൺ ചെയ്യും, അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റിൽ നിന്ന് ഇപ്പോൾ ഒരു വീട് പണി നടക്കുന്ന സ്ഥലത്ത് നിന്ന് പൂഴിയോ മെറ്റലോ എന്തെങ്കിലും വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും. അങ്ങനെ ട്രാൻസ്ഫർ നടക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ സെയിൽ ഓഫ് മെറ്റീരിയൽസ് നടക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പം കളവ് പോവും, തെഫ്റ്റ് ഓർ ഡിസ്ട്രക്ഷൻ ഓഫ് മെറ്റീരിയൽസ് ബൈ ഫയർ. ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ആ മെറ്റീരിയൽസിൻ്റെ ക്വാണ്ടിറ്റി അത്രയും കുറയാണല്ലോ ചെയ്യുക. സോ ഓൾ സച്ച് ഐറ്റംസ് ആർ ക്രെഡിറ്റഡ്. ശ്രദ്ധിക്കണം എന്തൊക്കെയാണ് ക്രെഡിറ്റ് ചെയ്യേണ്ട ഐറ്റംസ്? മെറ്റീരിയൽസ് റിട്ടേൺഡ്, മെറ്റീരിയൽസ് സോൾഡ്, അതേപോലെ തെഫ്റ്റ് ഓർ ഡിസ്ട്രക്ഷൻ ഓഫ് മെറ്റീരിയൽസ് ഫയർ എക്സെട്ര. ഓക്കെ, ഇനി വേറൊരു പോയിന്റ് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ 2 തരത്തിലാണ് കോൺട്രാക്റ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പം കംപ്ലീറ്റഡ് കോൺട്രാക്റ്റ് അക്കൗണ്ട് ഉണ്ടാവും, ഇൻകംപ്ലീറ്റഡ് കോൺട്രാക്റ്റ് അക്കൗണ്ട് ഉണ്ടാവും. കംപ്ലീറ്റഡ് കോൺട്രാക്റ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു വീട് പണിയാണെങ്കിൽ വീട് പണി കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ പ്രിപ്പയർ ചെയ്യുന്ന കോൺട്രാക്റ്റ് അക്കൗണ്ടിനെയാണ് കംപ്ലീറ്റഡ് കോൺട്രാക്റ്റ് അക്കൗണ്ട് എന്ന് പറയുക. ആ സമയത്ത് ഇപ്പം മെറ്റീരിയൽസ്, ലേബർ, എല്ലാ എക്സ്പെൻഡിച്ചറും നമ്മൾ ഡെബിറ്റ് ചെയ്യും. മെറ്റീരിയൽസ്, ലേബർ, പ്ലാന്റ് പർച്ചേസ്ഡ്, ഓവർ ഹെഡ്സ് ഇൻകേർഡ്. ചിലപ്പോൾ ഈ കോൺട്രാക്ടർ തന്നെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇപ്പോൾ ഒരു വീട് പണി നടക്കുന്ന സമയത്ത് അയാൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, അതിൻ്റെ പെയിൻറ്റിങ് വേറൊരാൾക്ക് സബ് കോൺട്രാക്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിന് വന്നിരിക്കുന്ന കോസ്റ്റ്, അതാണ് കോസ്റ്റ് ഓഫ് സബ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. ക്രെഡിറ്റ് ചെയ്യേണ്ട ഐറ്റംസ് എന്ന് പറയുന്നത് ഈ മെറ്റീരിയൽസ് റിട്ടേൺ, മെറ്റീരിയൽസ് സോൾഡ് എക്സെട്ര, അതേപോലെ മെറ്റീരിയൽസ് ലൈയിങ് അറ്റ് സൈറ്റ്, അതേപോലെ പ്ലാന്റ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ്, അതായത് ക്ലോസിംഗ് ബാലൻസ് ഓഫ് പ്ലാന്റ്. ക്ലോസിംഗ് ബാലൻസ് ഓഫ് പ്ലാന്റ് എങ്ങനെയാണ് കിട്ടുക എന്ന് വെച്ചാൽ നമ്മൾ പ്ലാന്റ് പർച്ചേസ്ഡ് ഇവിടെ കാണിച്ചിട്ടുണ്ട്, അതിൽ നിന്ന് ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് ക്ലോസിംഗ് ബാലൻസ് ഓഫ് പ്ലാന്റ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ കാണിച്ചിട്ട് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റാണ് പ്രോഫിറ്റ് ഓൺ കംപ്ലീറ്റ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് കംപ്ലീറ്റ് കോൺട്രാക്ട് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇത്ര ഐറ്റം മാത്രമേ വരുള്ളൂ. നേരെ മറിച്ച് ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റ് ആണെങ്കിൽ, ഇൻകംപ്ലീറ്റ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ പറഞ്ഞു ഒരു കോൺട്രാക്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഇറ്റ് വിൽ ടേക്ക് സെവറൽ ഇയേഴ്സ് എന്നുള്ളത്. പക്ഷേ ഓരോ അക്കൗണ്ടിങ് ഇയറും ഇത് ക്ലോസ് ചെയ്തുകൊണ്ട് പോകണം. അപ്പോൾ നമുക്ക് കറക്റ്റ് പ്രോഫിറ്റ് കിട്ടില്ല. ആ പ്രോഫിറ്റിന് പറയുന്ന പേരാണ് നോഷണൽ പ്രോഫിറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇൻകംപ്ലീറ്റഡ് കോൺട്രാക്ട് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഇറ്റ് സെയിം ലൈക്ക് ദിസ്. അതായത് മെറ്റീരിയൽസ്, എല്ലാ എക്സ്പെൻഡിച്ചർ ആർ ഡെബിറ്റഡ്. മെറ്റീരിയൽസ്, ലേബർ, പ്ലാന്റ്, ഓവർഹെഡ്, കോസ്റ്റ് ഓഫ് സബ് കോൺട്രാക്ട്, ഇതെല്ലാം ഡെബിറ്റ് ചെയ്യും. അതേമാതിരി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്രെഡിറ്റ് ചെയ്യുന്ന ഐറ്റംസ് എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽസ് റിട്ടേൺ, സോൾഡ്, മെറ്റീരിയൽസ് ലൈയിങ് അറ്റ് സൈറ്റ്, അതേപോലെ പ്ലാന്റിൻ്റെ ക്ലോസിംഗ് ബാലൻസ്, ഓൾ സച്ച് ഐറ്റംസ് ആർ ക്രെഡിറ്റഡ്. ഇത് കൂടാതെ
ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റ് ആവുന്ന സമയത്ത് അതിന് വർക്ക് ഇൻ പ്രോഗ്രസ് വരും. അതായത് വർക്ക് ഇൻ പ്രോഗ്രസ് തന്നെ രണ്ട് രീതിയിൽ വരാനുണ്ട്, വർക്ക് സർട്ടിഫൈഡ് ആൻഡ് വർക്ക് അൺസർട്ടിഫൈഡ്. വർക്ക് സർട്ടിഫൈഡ് എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വർക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ 1 crore ഏറ്റെടുത്തൊരു കോൺട്രാക്റ്റ് ആണെങ്കിൽ ആ 1 crore നമ്മൾ ആദ്യം തന്നെ കോൺട്രാക്ടർക്ക് കൊടുക്കില്ലേ കോൺട്രാക്റ്റ്. എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് പെയ്ഡ് ഇൻ ഇൻസ്റ്റാൾമെന്റ്സ്. എത്ര വർക്ക് കംപ്ലീറ്റ് ചെയ്ത്, ഇപ്പോൾ 50% വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള എമൗണ്ട് കൊടുക്കാം, ചിലപ്പോൾ അതിലും കുറവായിട്ടുള്ള എമൗണ്ട് കൊടുക്കാം. ഇങ്ങനെയൊക്കെയാണ് എന്ത് ചെയ്യുക, കൊടുക്കുന്നത്. അപ്പം വർക്ക് സർട്ടിഫൈഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 50% വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് എത്ര കോസ്റ്റ് വരും എന്നുള്ളത് ആര് സർട്ടിഫൈ ചെയ്യണം, അതിൽ എക്സ്പേർട്ട് ആയിട്ടുള്ളവർ. ഇപ്പം എൻജിനീയേഴ്സ് ആണെങ്കിൽ, ആർക്കിടെക്റ്റ് ആണെങ്കിൽ അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ, ഇത്ര വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, അതിന് വരുന്ന കോസ്റ്റ് ആ 50% അല്ലെങ്കിൽ 40% കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വരുന്ന കോസ്റ്റ് ഇത്രയാണെന്ന് പറഞ്ഞിട്ട് സർട്ടിഫൈ ചെയ്ത് കൊടുക്കും. അല്ലെങ്കിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എത്ര വില മതിക്കുന്നുണ്ട് ആ കംപ്ലീറ്റഡ് വർക്ക് എന്നുള്ളത് സർട്ടിഫൈ ചെയ്ത് കൊടുക്കും. അതിനെയാണ് വർക്ക് സർട്ടിഫൈഡ് എന്ന് പറയാം. വർക്ക് അൺസർട്ടിഫൈഡ് എന്ന് പറഞ്ഞാൽ എന്താ, ദ വർക്ക് വിച്ച് ഹാസ് ബീൻ ഡൺ ബട്ട് നോട്ട് സർട്ടിഫൈഡ് ഇസ് കോൾഡ് വർക്ക് അൺസർട്ടിഫൈഡ്. അതായത് ഇറ്റ് ഈസ് ദ വാല്യൂ ഓഫ് വർക്ക് ഡൺ സിൻസ് സർട്ടിഫിക്കേഷൻ. മനസ്സിലായല്ലോ. അപ്പോൾ ഇങ്ങനെ രണ്ട് രീതിയിൽ വരാനുണ്ട് വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്നത്, ഇൻകംപ്ലീറ്റ് ആവുന്ന സമയത്ത്. പിന്നെ ഇൻകംപ്ലീറ്റ് ആവുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് അല്ല, അതിനെ പറയുന്ന പേരാണ് നോഷണൽ പ്രോഫിറ്റ് എന്നുള്ളത്. നോഷണൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് നോട്ട് ദി ആക്ച്വൽ പ്രോഫിറ്റ്. അപ്പോൾ എത്രയാണോ ആ നോഷണൽ പ്രോഫിറ്റിൻ്റെ ഡിഫറൻസ് നമ്മൾ നോഷണൽ പ്രോഫിറ്റ് ആയിരിക്കും. നേരെ മറിച്ച് കംപ്ലീറ്റഡ് കോൺട്രാക്ട് അക്കൗണ്ട് ആണെങ്കിൽ കിട്ടുന്നത് നമ്മളെ ആക്ച്വൽ പ്രോഫിറ്റ് തന്നെ ആയിരിക്കും കേട്ടോ, അത് ഓർത്തിരിക്കണം. അപ്പം ഇങ്ങനെ നോഷണൽ പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നോഷണൽ പ്രോഫിറ്റ് നമ്മൾ ബൈ നോഷണൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് ക്യാരി ഫോർവേഡ് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇത് എത്ര വർക്ക് സർട്ടിഫൈഡിൽ എത്ര ഇതായിട്ടുണ്ട് അതിൽ നിന്നുള്ള പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. ആ പ്രോഫിറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക, എത്രയാണ് വർക്ക് ഇൻ പ്രോഗ്രസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, അതിൽ എത്ര % ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ പറയാം. അത് ശരിക്കും നിങ്ങൾ പഠിച്ചു വെച്ചോളണം, എങ്ങനെയാണ് ഈ രണ്ട് എമൗണ്ടും ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കുന്നത്. മനസ്സിലായല്ലോ. അപ്പം ഈ കോൺട്രാക്ട് അക്കൗണ്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, കോൺട്രാക്ട് അക്കൗണ്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺട്രാക്ട് അക്കൗണ്ടിൽ എന്ത് ചെയ്യും, കോൺട്രാക്ട് അക്കൗണ്ട് ഇസ് ക്രെഡിറ്റഡ് വിത്ത് കോൺട്രാക്ട് പ്രൈസ്. ആ കോൺട്രാക്ട് പ്രൈസും ഇതും കൂടെ കോസ്റ്റും കമ്പയർ ചെയ്തിട്ടാണ് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നോക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഇൻകംപ്ലീറ്റഡ് കോൺട്രാക്ട് അക്കൗണ്ടിൻ്റെതാണ് നമ്മൾ കാര്യമായിട്ട് നോക്കാൻ പോകുന്നത്. ഇതിൽ വേറൊരു ടേം നിങ്ങൾ കേൾക്കാൻ ചാൻസ് ഉള്ളത് റിറ്റൻഷൻ മണിയാണ്. അതായത് ഇപ്പം ഒരു ആർക്കിടെക്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, വർക്ക് സർട്ടിഫൈ ചെയ്ത് ഒരു 1 crore കോൺട്രാക്റ്റ് ആണ്, പക്ഷെ തീർന്നത് വരെ വെച്ചിട്ട് ആർക്കിടെക്റ്റ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ സർട്ടിഫൈ ചെയ്തത് 40 lakhന്റെ ജോലി, അത്രയും പണി തീർന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് സർട്ടിഫൈ ചെയ്തിട്ടുണ്ടാവാം. Generally, the whole amount of work certified shall not be paid immediately. 40 lakhsന്റെ വർക്ക് സർട്ടിഫൈ ചെയ്തിട്ടുണ്ട്, അത്രയും തീർന്നെന്ന് ഒരു എക്സ്പേർട്ട് പറഞ്ഞാൽ വരെയും നമ്മളത് ഫുള്ള് കൊടുക്കില്ല. ചെറിയൊരു എമൗണ്ട്, ഇപ്പോൾ 40 lakhൻ്റെതാണ് 30 lakh കൊടുത്ത് 10 ലക്ഷം രൂപ പിന്നെ കൊടുക്കാന്നുള്ള രീതിയിൽ മാറ്റി അവിടെ വെക്കും. അങ്ങനെ മാറ്റി വെക്കുന്ന അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എമൗണ്ട്സ് ഓർ റീറ്റെയിൻ ഓർ വിത്ത്ഹെൽഡ് ഇസ് കോൾഡ് റിറ്റൻഷൻ മണി. മനസ്സിലായല്ലോ. അപ്പോൾ റിറ്റൻഷൻ മണിയും വരാൻ സാധ്യത ഉണ്ട്. അപ്പം റിറ്റൻഷൻ എന്തിനു വേണ്ടിയിട്ട് റീറ്റെയിൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ടു ഗിവ് പ്രൊട്ടക്ഷൻ ടു ദ കോൺട്രാക്ട്. അതായത് ഇൻ കേസ് ദ കോൺട്രാക്ടർ ഡസ് നോട്ട് ഫുൾഫിൽ ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ദി കോൺട്രാക്ട്, അത് എന്തെങ്കിലും ഒരു പിഴവ് വരികയാണെങ്കിൽ നമുക്ക് ആ ഒരു എമൗണ്ട് പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവർ വേണ്ട രീതിയിൽ കംപ്ലീറ്റ് ചെയ്ത് പോയിക്കോളുമല്ലോ. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ റീറ്റെയിൻ ചെയ്യുന്നത്. മനസ്സിലായല്ലോ. നമ്മളിനി നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഈ പ്രോഫിറ്റ് ഓൺ ഇൻകംപ്ലീറ്റ് കോൺട്രാക്ട് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ലാർജ് കോൺട്രാക്ട് ടേക്സ് എ നമ്പർ ഓഫ് ഇയേഴ്സ് ടു കംപ്ലീറ്റ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ശരിക്കും അതിൻ്റെ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്നത് ആ കോൺട്രാക്ട് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ അതിന് കറക്റ്റ് എത്ര കോസ്റ്റ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഈവൻ ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് ദ കോൺട്രാക്ട് a proportion of contract price may be still outstanding from the contract. കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും മുഴുവൻ കാശ് കിട്ടിക്കൊള്ളണം എന്നൊന്നുമില്ല. അതായത് അതിനാണല്ലോ റിറ്റൻഷൻ മണി എന്ന് പറയുന്നത്. അപ്പോൾ ദ റിറ്റൻഷൻ മണി ഈസ് പെയ്ഡ് ഇൻ ഫുൾ ഓൺലി വെൻ ദർ ഇസ് നോ ഫോൾട്ടി വർക്ക് ഇൻ ദ കോൺട്രാക്ട്. അതായത് അത്രയും സാറ്റിസ്ഫൈഡ് ആണ് കോൺട്രാക്റ്റ് എങ്കിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഈ ഫുൾ എമൗണ്ട് കൊടുക്കുന്നുള്ളൂ.
മനസ്സിലായല്ലോ. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും ഫുൾ കറക്റ്റ് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പം എങ്ങനെയാണോ ഇഫ് ദർ ഇസ് എനി പ്രോഫിറ്റ് അപ്പോൺ ദ ഇൻകംപ്ലീറ്റ് കോൺട്രാക്ട് ഇറ്റ് കനോട്ട് ബി ടേക്കൺ ആസ് ആക്ച്വൽ പ്രോഫിറ്റ് എന്നുള്ളത്. അപ്പം എങ്ങനെയാണ് നമ്മൾ ഇൻകംപ്ലീറ്റ് പ്രോഫിറ്റിൻ്റെ മുകളിലുള്ള പ്രോഫിറ്റ്, അതായത് ദ പ്രോഫിറ്റ് അപ്പോൺ ദി ഇൻകംപ്ലീറ്റ് കോൺട്രാക്ട് ഇസ് നോൺ ആസ് നോഷണൽ പ്രോഫിറ്റ്. അപ്പോൾ നോഷണൽ പ്രോഫിറ്റ് എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ എങ്ങനെയാണ് ഈ നോഷണൽ പ്രോഫിറ്റ് മൊത്തമായിട്ട് നമ്മളെ പ്രോഫിറ്റായിട്ട് കാണാൻ പറ്റില്ലല്ലോ. അത് കുറച്ചെന്ന് പറയുന്നത് ഒരു പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ പ്രോഫിറ്റാണ്, ഒരു പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് നമ്മൾ ആക്ച്വൽ പ്രോഫിറ്റ് ആയിരിക്കും. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റാം. അപ്പോൾ എങ്ങനെയാണ് ഈ നോഷണൽ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇറ്റ് ഈസ് ഡിസൈറബിൾ ടു ടേക്ക് ഇൻ ടു അക്കൗണ്ട് എ റീസണബിൾ പ്രൊപ്പോർഷൻ ഓഫ് നോഷണൽ പ്രോഫിറ്റ് ഓൺ ഇൻകംപ്ലീറ്റ് കോൺട്രാക്ട് ഓൺ ദ ബേസിസ് ഓഫ് സം പ്രിൻസിപ്പിൾസ്. ഏതാണ് ആ പ്രിൻസിപ്പിൾ എന്നുള്ളത്? ഈ 4 പ്രിൻസിപ്പിൾ നിങ്ങൾ ശരിക്കും പഠിച്ചു വെച്ചോളണം കേട്ടോ. അപ്പോൾ ഇഫ് കോൺട്രാക്ട് ഇസ് കംപ്ലീറ്റഡ് ഇസ് 1/4 ഓർ ലെസ് ദാൻ 1/4, അതായത് നമ്മളെ കോൺട്രാക്റ്റിൻ്റെ 25% കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര എമൗണ്ട് ഓഫ് നോഷണൽ പ്രോഫിറ്റ് വർക്ക് ഇൻ പ്രോഗ്രസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, എത്ര പെർസെൻറ്റേജ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി എങ്ങനെയാണ് ഒരു വർക്ക് 1/4 കംപ്ലീറ്റ് ആണോ അല്ലെങ്കിൽ 1/4 കൂടുതൽ കംപ്ലീറ്റ് ആണോ എന്ന് അറിയുന്നത്? നമ്മളെപ്പോഴും കോൺട്രാക്ട് പ്രൈസും വർക്ക് സർട്ടിഫൈഡും കമ്പയർ ചെയ്ത് നോക്കണം. മനസ്സിലായല്ലോ. ഇപ്പം കോൺട്രാക്ട് പ്രൈസ് 5 lakh ആണ്, വർക്ക് സർട്ടിഫൈഡ് 3 lakh ആണെങ്കിൽ അത് 50%ലും കൂടുതൽ കംപ്ലീറ്റ് ചെയ്തു എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെ വെച്ചിട്ടാണ് നിങ്ങൾ വർക്ക് 1/4 ആണോ 1/2 ആണോ എന്നൊക്കെ ഉള്ളത് നോക്കേണ്ടത്. അപ്പോൾ ഇപ്പം ഇഫ് കോൺട്രാക്ട് കംപ്ലീറ്റഡ് ഇസ് 1/4 ഓർ ലെസ്, അങ്ങനെയാണെങ്കിൽ ഫുൾ എമൗണ്ട് ഓഫ് നോഷണൽ പ്രോഫിറ്റ് ഷുഡ് ബി ട്രാൻസ്ഫേർഡ് ടു വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ട്. മനസ്സിലായോ? ഒരു എമൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ 1/4 ഓഫ് ദി വർക്കാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്, അതിൽ കുറവാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ദ ഹോൾ നോഷണൽ പ്രോഫിറ്റ് ഇസ് ട്രാൻസ്ഫർ ടു വർക്ക് ഇൻ പ്രോഗ്രസ് റിസർവ് അക്കൗണ്ട്. ക്ലിയർ ആണോ? ഇനി സെക്കൻഡ് റൂൾ, ഇഫ് കോൺട്രാക്ട് കംപ്ലീറ്റഡ് ഇസ് മോർ ദാൻ 1/4 ബട്ട് ലെസ് ദാൻ ഹാഫ്. ശ്രദ്ധിക്കണം, 1/4 കൂടുതൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ പകുതി പോലും ആയിട്ടില്ല. പകുതി ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ എത്ര പെർസെൻറ്റേജാണ് മാറ്റേണ്ടത്? 1/3 ഓഫ് ദ നോഷണൽ പ്രോഫിറ്റ് ഇസ് ടേക്കൺ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഈ റൂള് നിങ്ങൾ പഠിച്ചേ പറ്റൂ. അപ്പം നോഷണൽ പ്രോഫിറ്റിൻ്റെ 1/3 ആണ് നിങ്ങൾ ഏതിലേക്ക് മാറ്റേണ്ടത്? ഇറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ബാക്കി വരുന്ന 1/3 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി 2/3 ഏതിലേക്ക് മാറ്റണം നമ്മൾ? ദ ബാലൻസ് ഇസ് കെപ്റ്റ് ആസ് വർക്ക് ഇൻ പ്രോഗ്രസ് റിസർവ് ടിൽ ദ കംപ്ലീഷൻ ഓഫ് ദി വർക്ക്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഈ ഫോർമുല പഠിച്ചു വെക്കുക. നോഷണൽ പ്രോഫിറ്റിൻ്റെ 1/3 ഇൻറ്റു ക്യാഷ് റിസീവ്ഡ് ബൈ വർക്ക് സർട്ടിഫൈഡ്. ഈ ഫോർമുല ശരിക്കും പഠിച്ചു വെച്ചോളണം. ഇനി വേറൊരു കേസ് വരാനുണ്ട്. ഇഫ് കോൺട്രാക്ട് കംപ്ലീറ്റഡ് ഇസ് ഹാഫ് ആൻഡ് മോർ ദാൻ ഹാഫ്, അതായത് പകുതിയിലധികം പണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ എത്ര നോഷണൽ പ്രോഫിറ്റിൻ്റെ 2/3 ഏതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യാം. അപ്പം പകുതിയിൽ കൂടുതൽ കംപ്ലീറ്റ് ചെയ്തതാണെങ്കിൽ നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു 2/3 ഇൻറ്റു ക്യാഷ് റിസീവ്ഡ് ഡിവൈഡഡ് ബൈ വർക്ക് സർട്ടിഫൈഡ്. ഇനി എങ്ങനെയാണ് പകുതി കംപ്ലീറ്റ് ആയത് ഹാഫ് കംപ്ലീറ്റ് ആയത് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കമ്പയർ ചെയ്യേണ്ടത് കോൺട്രാക്ട് പ്രൈസും വർക്ക് സർട്ടിഫൈഡും ആണ് കേട്ടോ. ഇനി വേറൊരു കേസ് വരാൻ പോകുന്നത് ഇഫ് കോൺട്രാക്ട് ഇസ് നിയറിങ് കംപ്ലീഷൻ, ഏകദേശം ഓൾമോസ്റ്റ് കംപ്ലീഷൻ സ്റ്റേജിലാണെങ്കിൽ എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് മേ ബി അസർട്ടൈൻഡ് ബൈ ഡിഡക്റ്റിംഗ് ടോട്ടൽ കോസ്റ്റ് ഓഫ് ദ കോൺട്രാക്ട് ടു ദ ഡേറ്റ് പ്ലസ് എസ്റ്റിമേറ്റഡ് അഡീഷണൽ എക്സ്പെൻഡിച്ചർ. അതായത് ഇപ്പം എത്ര ടോട്ടൽ കോസ്റ്റ് വന്നിരിക്കുന്നു അതും അതിൻ്റെ കൂടെ അഡീഷണൽ എക്സ്പെൻഡിച്ചറും കൂടെ ആഡ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഏകദേശം ടോട്ടൽ എക്സ്പെൻഡിച്ചർ എത്ര വരും എന്നുള്ളത് കിട്ടും. അത് നിങ്ങൾ എന്ത് ചെയ്യുക? ഡിഡക്റ്റ് ചെയ്യണം. ഏതെന്ന്? നമ്മളെ കോൺട്രാക്ട് പ്രൈസിൽ നിന്ന്. Okay, so the amount, a proportion of this estimated profit is credited to profit and loss account. അപ്പോൾ അവിടെ നിങ്ങൾ എത്രയാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക്? എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് എത്രയാണ്? എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് എങ്ങനെയാണ് കിട്ടുന്നത് മനസ്സിലായല്ലോ. നിങ്ങൾ ഇതുവരെയുള്ള കോൺട്രാക്റ്റിൻ്റെ കോസ്റ്റ് എത്രയോ അതിൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? അഡീഷണൽ എക്സ്പെൻഡിച്ചർ എന്തെങ്കിലും ആഡ് ചെയ്യാൻ വരുന്ന നിങ്ങൾക്കൊരു ഉറപ്പുണ്ടെങ്കിൽ ആ എസ്റ്റിമേറ്റഡ് അഡീഷണൽ എക്സ്പെൻഡിച്ചർ ആഡ് ചെയ്താൽ യു വിൽ ഗെറ്റ് ടോട്ടൽ കോസ്റ്റ്.
അത് നിങ്ങൾ എന്ത് ചെയ്യുക, കോൺട്രാക്ട് പ്രൈസ് നിന്ന് മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ്. ഈ എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് ഇൻറ്റു ക്യാഷ് റിസീവ് ഡിവൈഡഡ് ബൈ കോൺട്രാക്ട് പ്രൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് എമൗണ്ട് ഈസ് ട്രാൻസ്ഫേർഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓക്കെ, ഇപ്പം ക്ലിയർ ആയല്ലോ. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ കോൺട്രാക്ട് അക്കൗണ്ട്, ഇൻകംപ്ലീറ്റഡ് കോൺട്രാക്ട് അക്കൗണ്ട് ചെയ്യുന്ന സമയത്ത് അറിഞ്ഞിരിക്കേണ്ടത്. ഈ റൂൾസ് കൃത്യമായി മനസ്സിലാക്കി വെക്കുക, എന്നാൽ നമുക്ക് നാളെ പ്രോബ്ലം ചെയ്യാം. ഇനി ലോസ് ആണെങ്കിൽ, ലോസ് ഓൺ ഇൻകംപ്ലീറ്റ് കോൺട്രാക്ട് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ട്രാൻസ്ഫേർഡ് ടു പ്രോഫിറ്റ്. ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും ഒക്കെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. പ്രോഫിറ്റ് ആണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യും, ലോസ് ആണെങ്കിൽ എന്ത് ചെയ്യും, ഡെബിറ്റ് ചെയ്യുന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.